This is the next theorem. Let x0, x1, x2 be Banach spaces and let t1 from x0 to x1 and t2 from x0 to x2 be linear maps such that domain of t1 subset are equal to domain of t2 and t1 is a closed graph operator and t2 admits closure. Then we have to prove that there exists a c greater than 0 such that norm t2x less than or equal to c into norm t1x plus norm x for every x belongs to domain of t1. ഇതിൽ ക്ലോസ്ഡ് ഗ്രാഫ് ഓപ്പറേറ്റർ എന്നതും അഡ്മിറ്റ്സ് ക്ലോഷർ t2 അഡ്മിറ്റ്സ് ക്ലോഷർ എന്നതും നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചതാണ്. അപ്പോൾ ഈ രണ്ടെണ്ണത്തിൻ്റെയും കൂടാതെ കണ്ടിന്യൂറ്റിയുടെയും ഡെഫിനിഷൻസ് നമ്മൾ ഇതിൻ്റെ പ്രൂഫിനായിട്ട് എടുക്കുന്നുണ്ട്. ഓക്കെ, ഫസ്റ്റ് തന്നെ നമ്മളൊരു സ്പേസ് കൺസിഡർ ചെയ്യാണ്. ക്യാപിറ്റൽ ഇ എന്ന് പറഞ്ഞിട്ട് ദാറ്റ് ഈസ് സെറ്റ് ഓഫ് ഓൾ ഓർഡേർഡ് പെയേഴ്സ് എക്സ് കോമ t1x സച്ച് ദാറ്റ് എക്സ് ബിലോങ്സ് ടു ഡൊമെയിൻ ഓഫ് t1. ഇവിടെ നിന്ന് നമുക്ക് ക്ലിയർ ആണ് എക്സ് t1x ഓർഡേർഡ് പെയർ ആണ്. അതുകൊണ്ട് തന്നെ ദീസ് ക്യാപിറ്റൽ ഈസ് എ ക്ലോസ്ഡ് സബ്സ്പേസ് ഓഫ് x0 ക്രോസ് x1. അറിയാലോ അതെന്തുകൊണ്ട് x0 ക്രോസ് x1 ആയത്? ഇവിടെ നോക്ക്, t1 ഈസ് ഫ്രം x0 ടു x1 ആണ് അല്ലേ? അപ്പോൾ ഈ ക്യാപിറ്റൽ ഇ ഈസ് എ ക്ലോസ്ഡ് സ്പേസ് ഓഫ് x0 ക്ലോസ് x1. ഓക്കെ, അത് അവിടെ തന്നെ ക്ലോസ്ഡ് ആവാനുള്ള കാര്യം ഞാൻ ഇവിടെ വേറെ എഴുതി വെച്ചിട്ടുണ്ട്. ക്ലോസ്ഡ് ആവാന്ന് പറയുമ്പോൾ ഇവിടെ t1 ക്ലോസ്ഡ് ഗ്രാഫ് ഓപ്പറേറ്റർ ആണ് അല്ലേ? അതുകൊണ്ടാണ് എന്തായത് ഈ ക്ലോസ്ഡ് ആണെന്ന് ഉറപ്പിച്ച് പറയാൻ പറ്റിയത്. സബ് സ്പേസ് ആണെന്നുള്ള കാര്യം ഓക്കെ, പക്ഷെ ക്ലോസ്ഡ് ആണെന്ന് പറയുന്നത് ഈ റീസൺ എന്നാണ്. t1 ഈസ് എ ക്ലോസ്ഡ് ഗ്രാഫ് ഓപ്പറേറ്റർ, അതുകൊണ്ടാണ് ഈ ക്ലോസ്ഡ് എന്ന് പറഞ്ഞത്. ഈ ആക്ച്വലി t1ന്റെ ഗ്രാഫ് അല്ലേ? നമ്മൾ ഗ്രാഫ് വരയ്ക്കുക എങ്ങനെയാ? എക്സ് ആക്സിസിൽ ഒരു എലമെന്റ് ഇങ്ങനെ കൺസിഡർ ചെയ്യും, എന്നിട്ട് t1 ഓഫ് എക്സ് എന്താണോ അത് y ആക്സിസിൽ കൺസിഡർ ചെയ്യും, അത് രണ്ടും കൂടി ഇന്റർസെക്ട് ചെയ്യുന്ന പോയിന്റ് അടയാളപ്പെടുത്തി പോകും അല്ലേ? അപ്പം അങ്ങനെയല്ലേ ശരിക്കും ഇത് ഓർഡേർഡ് പെയർ ഓഫ് എക്സ് കോമ t1x എന്ന് പറഞ്ഞാൽ ദിസ് ഇസ് ദ ഗ്രാഫ് ഓഫ് t1 and t1 is a closed graph operator. Therefore, now we get E is closed. Okay, അപ്പോൾ അതവിടെ ക്ലിയർ ആയി. നെക്സ്റ്റ് നമ്മൾ വേറൊരു സെറ്റ് കൺസിഡർ ചെയ്യാണ്. സെറ്റ് അല്ല, ഒരു ഓപ്പറേറ്റർ കൺസിഡർ ചെയ്യാണ്. വി ഓഫ് എക്സ് കോമ t1x ദാറ്റ് ഈസ് ഈക്വൽ ടു t2x എന്ന് നമ്മൾ കൺസിഡർ ചെയ്യാണ്. ഇതൊരു പുതിയൊരു ഓപ്പറേറ്ററിനെ നമ്മളിവിടെ ഡിഫൈൻ ചെയ്തതാണ്. ഇനി നമുക്ക് തെളിയിക്കേണ്ടത് എന്താണെന്ന് വെച്ചാൽ ഈ വി എന്ന് പറയുന്നത് ഒരു ക്ലോസ്ഡ് ഓപ്പറേറ്റർ ആണ് എന്ന് തെളിയിച്ചാൽ മതി. ഓക്കെ, ക്ലോസ്ഡ് ഓപ്പറേറ്ററിൻ്റെ ഡെഫിനിഷൻ നമ്മൾ മുമ്പേ പഠിച്ചിട്ടുണ്ട്. തൽക്കാലം ഞാൻ ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട്, അത് നോക്കിക്കോളൂ. ഇഫ് xn ടെൻസ് ടു എക്സ് ആൻഡ് axn ടെൻസ് ടു y where x belongs to domain of A, then ax is equal to y, then it is the definition of A is a closed graph operator. ഓക്കെ, അപ്പം നമുക്കിവിടെ ഈ എൻ്റെ സ്ഥലത്ത് വി കൊണ്ട് റീപ്ലേസ് ചെയ്തിട്ടുണ്ട്. പിന്നെ നമ്മളിവിടെ ഈ എക്സ് എടുത്ത സ്ഥലത്ത് എക്സ് കോമ t1x ആണ് അല്ലേ? അപ്പം ഈ സെയിം ഈ ഡെഫിനേഷൻ കേട്ടോ, സെയിം ഈ ഒരു ഡെഫിനേഷൻ ഇവിടെ അപ്ലൈ ചെയ്തിട്ട് നോക്കൂ. നമ്മൾ അസ്യൂം ചെയ്യാണ് ഓർഡേർഡ് പെയർ xn കോമ txn ടെൻസ് ടു എക്സ് കോമ വൈ, അതായത് xn ടെൻസ് ടു എക്സിന് പകരം ആണ് ഇത് വരുന്നത്. ഓക്കെ, ഇനി വി ഓഫ് xn കോമ txn ടെൻസ് ടു z, അതായത് axn ടെൻസ് ടു വൈക്ക് പകരമാണ് ഈ വി ഓഫ് സംതിങ് ടെൻസ് ടു z എന്ന് വരുന്നത്. ഇവിടെ എക്സ് കോമ വൈ ബിലോങ്സ് ടു ഡൊമൈൻ ഓഫ് വി ആണ്, അതവിടെ നിൽക്കട്ടെ, ഞാൻ ബ്രാക്കറ്റിലാണ് ഇട്ടിരിക്കുന്നത്. ഇനി t2 ഓഫ് xn ടെൻസ് ടു z അതെങ്ങനെ വന്നു? ഇതാ ഫ്രം 1 ഞാൻ എഴുതി വെച്ചിട്ടുണ്ട്. 1 ഈ സ്റ്റേറ്റ്മെന്റ് ആണ് കേട്ടോ. നമ്മൾ പ്രൂവ് ചെയ്യാനായിട്ട് കൺസിഡർ ചെയ്ത ഓപ്പറേറ്ററിൻ്റെ ആ ഒരു സ്റ്റേറ്റ്മെൻറ്റിൽ നിന്നാണ് ഇത് കിട്ടിയത്. അപ്പോൾ വി ഓഫ് സംതിങ് ദാറ്റ് ഈസ് ഈക്വൽ ടു t2 ഓഫ് സംതിങ് എന്ന് നമുക്കറിയാം അല്ലേ? അപ്പോൾ അവിടെ നിന്നാണ് ഇത് എത്തിയത് കേട്ടോ. അപ്പോൾ t2 ഓഫ് xn ടെൻസ് ടു z എന്ന് ഇവിടെ കിട്ടും. ഓക്കെ, ഇനി നമുക്ക് തെളിയിക്കേണ്ടത് വി ഹാവ് ടു പ്രൂവ് ദാറ്റ് വി ഓഫ് എക്സ് വൈ ഈസ് ഈക്വൽ ടു z എന്നാണ്. എന്തുകൊണ്ടാ? ദാ ഇവിടെ നമുക്ക് ax ഈസ് ഈക്വൽ ടു y എന്ന് തെളിയിച്ചാൽ മാത്രമേ A ഈസ് ക്ലോസ്ഡ് ഗ്രാഫ് ഓപ്പറേറ്റർ എന്ന് പറയാൻ പറ്റുള്ളൂ. അപ്പം ഈ ax ഈസ് ഈക്വൽ ടു വൈക്ക് പകരമാണ് വി ഓഫ് എക്സ് വൈ ഈസ് ഈക്വൽ ടു z എന്നുള്ളത്. ഓക്കെ, അപ്പം ഇനി നമ്മൾ അതിന് വേണ്ടിയിട്ടാണ് ട്രൈ ചെയ്യാൻ പോകുന്നത്. നോക്ക്,
സിൻസ് xn, t1 xn ടെൻസ് ടു ഓർഡേർഡ് പെയർ x, y, ഇതിൽ നിന്ന് xn ടെൻസ് ടു x എന്നും t1 xn ടെൻസ് ടു y എന്നും നമുക്ക് കിട്ടും. ഓക്കെ, ഇനി t1 ഒരു ക്ലോസ്ഡ് ഗ്രാഫ് ഓപ്പറേറ്റർ ആണ് ആൻഡ് x ബിലോങ്സ് ടു ഡൊമെയിൻ ഓഫ് t1 ആൻഡ് t1x ഇസ് ഈക്വൽ ടു y അല്ലേ? ഇത്രയും കാര്യം നമുക്കറിയാം. ഇനി വേറൊരു കാര്യം കൂടെ നമ്മുടെ കയ്യിലുണ്ട്, t2 xn ടെൻസ് ടു z അല്ല, അത് നമ്മൾ നേരത്തെ പറഞ്ഞു വെച്ചിട്ടുണ്ട് ഇവിടെ t2 xn ടെൻസ് ടു z. ഇനി നമ്മൾ കൺസിഡർ ചെയ്യണേ, t2 ഓഫ് xn മൈനസ് എക്സ് ടെൻസ് ടു t2 ഓഫ് x എന്നുള്ളത് z ആയി മൈനസ് t2 ഓഫ് x എന്താണെന്ന് അറിയാത്തതുകൊണ്ട് t2x എന്ന് തന്നെ എഴുതി വെച്ചിട്ടുണ്ട്. ഓൾസോ xn മൈനസ് എക്സ് ടെൻസ് ടു 0 എന്ന് എഴുതി വെച്ചിട്ടുണ്ട്. കാര്യം എന്താ, xn ടെൻസ് ടു x ആയതുകൊണ്ട് xn മൈനസ് എക്സ് ടെൻസ് ടു 0 ആണ്. ഇനി നമുക്കറിയാവുന്ന ഒരു കാര്യം ഇവിടെ ഒന്ന് മെൻഷൻ ചെയ്ത് വെച്ചിട്ടുണ്ട്, t2 അഡ്മിറ്റ്സ് ക്ലോഷർ എന്ന് തന്നത് കൊണ്ട് അതിൻ്റെ ഡെഫിനിഷൻ t2 xn ടെൻസ് ടു y ആണ്. xn ടെൻസ് ടു 0 ആണെങ്കിൽ ഒബ്വിയസ്ലി y ഈക്വൽ ടു 0 ആയിരിക്കും. ഈ കാര്യമല്ലേ കറക്റ്റ് ഇവിടെ വന്നത് അല്ലേ? അപ്പോൾ അതായത് ഈ വൈൻ്റെ പ്ലേസിൽ എന്താ വന്നേക്കുന്നത്, z മൈനസ് t2x. അവിടെ നമുക്ക് എന്താ കിട്ടിയത്, സെയിം ഈ ഡെഫിനിഷൻ ഇവിടെ അപ്ലൈ ചെയ്താൽ z മൈനസ് t2x ഇസ് ഈക്വൽ ടു 0 എന്ന് കിട്ടും. ദാറ്റ് മീൻസ് t2x ഇസ് ഈക്വൽ ടു z എന്ന് കിട്ടി. അതായത് v ഓഫ് x1, t1x എന്നുള്ളത് നമ്മൾ t2x എന്നാണ് വിളിച്ചത്. ദാറ്റ് ഈസ് ഈക്വൽ ടു z അല്ലേ? ഇനി ഇതെന്തായിരുന്നു, v ഓഫ് x, y അല്ലേ? v ഓഫ് x, y ഇസ് ഈക്വൽ ടു z എന്ന് കിട്ടി അല്ലേ? അപ്പോൾ ഇവിടെ നമ്മളിപ്പോൾ പ്രൂവ് ചെയ്തത് ഇതാണ്, നമ്മുടെ ക്ലെയിം ആണ്, v ഈസ് എ ക്ലോസ്ഡ് ഓപ്പറേറ്റർ എന്നുള്ളതാണ് ഇവിടെ ഇപ്പോൾ നമ്മൾ പ്രൂവ് ചെയ്തത്. ഇനി നോക്കൂ, നമുക്ക് ഇവിടെ നിന്ന് v ക്ലോസ്ഡ് ഓപ്പറേറ്റർ ആയതുകൊണ്ട് തന്നെ ഡൊമെയിൻ ഓഫ് v ഈസ് ഈക്വൽ ടു e ആണ്. നമ്മൾ ഈ ഡിഫൈൻ ചെയ്തത് എന്തായിരുന്നു, സെറ്റ് ഓഫ് ഓൾ x, t1x അല്ലേ? അങ്ങനെ എല്ലാ എലമെന്റ്സിനെയും കൂടെയാണ്. അതായത് ഡൊമെയിൻ ഓഫ് v ആണ് ക്യാപിറ്റൽ E എന്ന് കിട്ടിയത്. ഇനി ബൈ യൂസിങ് ദി ഡെഫിനിഷൻ ഓഫ് ക്ലോസ്ഡ് ഗ്രാഫ് തിയറം, ഞാൻ ജസ്റ്റ് ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട്, a ഫ്രം x ടു y ആണ് ഡൊമെയിൻ ഓഫ് ഈസ് ഈക്വൽ ടു x എന്നുള്ള ആ ഒരു കൺസെപ്റ്റ് എന്നാണ് വരുന്നത്. അപ്പം നമുക്ക് എന്താക്കി, ക്ലോസ്ഡ് ഗ്രാഫ് തിയറത്തിൽ നിന്ന് ക്യാപിറ്റൽ v ഈസ് കണ്ടിന്യൂസ് എന്ന് കിട്ടും. ആ സ്റ്റേറ്റ്മെന്റ് ഒന്ന് മറിച്ച് നോക്കണം, പ്രൂഫ് പഠിച്ചതാണ്. ഓക്കെ, അപ്പോൾ v ഈസ് കണ്ടിന്യൂസ് എന്ന് കിട്ടി. ഇനി കണ്ടിന്യൂറ്റീൻ്റെ ഡെഫിനേഷൻ യൂസ് ചെയ്തിട്ടാണ് നമ്മൾ കറക്റ്റ് നമ്മുടെ പ്രൂഫിൻ്റെ സ്റ്റേറ്റ്മെന്റിലോട്ട് എത്തിയത്. ദർ എക്സിസ്റ്റ് എ കോൺസ്റ്റൻസി സച്ച് ദാറ്റ് v ഓഫ് t1 x1 t1x ലെസ് ദാൻ ഓർ ഈക്വൽ ടു c ഇൻറ്റു നോം ഓഫ് x1 t1x എന്ന് പറയുന്ന ഈ ഒരു ഡെഫിനേഷനിലേക്ക് നമ്മൾ എത്തി. നമുക്കിതിനൊന്ന് മാറ്റി എഴുതാം, നോം t2x ലെസ് ദാൻ ഓർ ഈക്വൽ ടു c ഇൻറ്റു നോം x പ്ലസ് നോം t1x എന്ന് ഒന്ന് മാറ്റി എഴുതി. ഓക്കെ, അങ്ങനെ നമ്മൾ ലാസ്റ്റ് v കണ്ടിന്യൂസ് ആണെന്ന് കിട്ടിയിട്ട് കണ്ടിന്യൂറ്റീൻ്റെ ഡെഫിനേഷൻ അപ്ലൈ ചെയ്തിട്ടാണ് ഈ ഒരു പ്രൂഫിലോട്ട് എത്തിയത്. ഓക്കെ, യൂസിങ് ദ ഡെഫിനേഷനൊക്കെ ഞാൻ ജസ്റ്റ് എഴുതി വെച്ചിട്ടുണ്ട്, നോം ax ലെസ് ദാൻ ഓർ ഈക്വൽ ടു c ഇൻറ്റു നോം x എന്നുള്ളത്. ഇത് യൂസ് ചെയ്തിട്ടാണ് നമ്മൾ ഈ ഒരു ഡെഫിനേഷനിലേക്ക് എത്തിയത്.